റിമാൻഡ് പ്രതിയിൽ നിന്നും 81 ഗ്രാം ഉണങ്ങിയ കഞ്ചാവ് പിടികൂടി. ഫോർട്ട് കൊച്ചി സ്വദേശി ഫെനിക്സ് നെറ്റോയ്ക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിയെ ജയിലിൽ കൊണ്ടുവന്ന പള്ളുരുത്തി സ്റ്റേഷനിലെ 2 പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സഹിൻ ഉണ്ട് കൊച്ചിയിൽ നിന്നും. സഹിൻ, ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു റിമാൻഡ് പ്രതിയിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത്, ഒപ്പം തന്നെ ഇത് തിരിച്ചറിയുന്നത്? ഇത് എത്ര ദിവസം റിമാൻഡിൽ കഴിഞ്ഞ് പ്രതി കൂടിയാണ്? സംഗീത, പോസ്കോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതിയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള ഫെനിക്സ് നെറ്റോ. ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പള്ളൂരുത്തിയിൽ നിന്നും 2 പോലീസുകാർ കോടതിയിൽ കൊണ്ടുവരികയും അതിനുശേഷം ജയിലിലേക്ക് ആക്കുന്നതിന് വേണ്ടി എത്തിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ ഇയാളെ ജയിലിലേക്ക് കയറ്റുന്നതിന് മുൻപായി ജയിൽ അധികൃതർ ഒരു പരിശോധന നടത്താറുണ്ട്. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും 81 ഗ്രാം ഉണങ്ങിയ കഞ്ചാവും 500 രൂപയും ഇത് ചെരുപ്പിനടിയിൽ ഒളിപ്പിച്ച അവസ്ഥയിലാണ് ഇത് കണ്ടെത്തിയത്. ഇത് ജയിലിനകത്ത് ഈ കഞ്ചാവ് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതാണെന്ന് ഇയാൾ പോലീസിനെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ ജയിലിലെത്തിച്ച 2 പോലീസുകാരുണ്ട്. അവർ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. ഈ 2 പോലീസുകാരെയും ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇൻഫോ പാർക്ക് പോലീസ് ഈ 2 പോലീസുകാരുടെയും മൊഴി രേഖപ്പെടുത്തും. സംഗീത. ശരി സഖിൻ, പോക്സോ കേസിലെ റിമാൻഡ് പ്രതിയിൽ നിന്നും 81 ഗ്രാം ഉണങ്ങിയ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. ഈ പ്രതിയെ ജയിലിൽ കൊണ്ടുവന്ന പള്ളുരുത്തി സ്റ്റേഷനിലെ 2 പോലീസുകാരുടെ മൊഴി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുമെന്നുമാണ് സഹിൻ ഏറ്റവും ഒടുവിലായി നൽകുന്ന വിവരം. മലപ്പുറം എടപ്പാളിൽ CI2 തൊഴിലാളികൾ ആക്രമിച്ച കേസിൽ 5 പേർക്കെതിരെ FIR. ഇതോടെ കേസിൽ പ്രതികളായവരുടെ എണ്ണം 10ആയി. മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംഗീത, മലപ്പുറം എടപ്പാളിലെ CI2 തൊഴിലാളികളെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നിലവിൽ 5 പേർക്കെതിരെ കൂടി ചങ്ങരകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേർക്കെതിരെ കൂടിയാണ് FIR ഇട്ടിരിക്കുന്നത്. അതായത് സംഭവം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം എടപ്പാളിൽ ആക്രമിക്കാൻ പിന്തുടർന്ന CI2കാരെ ഭയന്നോടിയ തൊഴിലാളികൾക്കാണ് പരിക്ക് പറ്റിയത്. അതായത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രോണിക് സാമഗ്രികൾ ഇറക്കുന്നതിനിടെ CI2 തൊഴിലാളി വരികയും വാക്കുതർക്കം ഉണ്ടാകുകയും അത് ചെറിയ തോതിൽ കയ്യേറ്റത്തിലേക്ക് എത്തുകയും ഉണ്ടായിരുന്നാണ് പരാതിയുള്ളത്. എടപ്പാൾ ടൗണിലെ ഈയൊരു കൊല്ലം പത്തനാപുരം സ്വദേശിയായ വയാസ് ഷാജഹാനാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഇയാൾ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഗീത. ശരി രമ്യ.